ഹലോ ചങ്ങായിമാരെ, ഇന്നത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീട് കണ്ട ഇതിൻ്റെ ഓടെല്ലാം ഇറക്കിയിട്ട് ഇതിൻ്റെ മേലെ പൈപ്പ് കൊണ്ട് ഡ്രസ്സ് അടിച്ചിട്ട് ഓട് പിരിക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓടെല്ലാം മൊത്തം ഇറക്കുമായിരുന്നു താഴോട്ട്. ഓടെല്ലാം ഫുൾ ഇറക്കിയിട്ട് ഉള്ള പണിയാണ് ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത്. ഓടിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ വീടൊക്കെ ആകുമ്പോൾ പഴയ കഴുക്കോലും പട്ടിയെല്ലാം പൊട്ടിയിരിക്കുന്നുണ്ടാവും, അതെല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പം ചവിട്ടുന്നത് നേരെ പൊട്ടിത്താരിപ്പോവും. അപ്പം ഇവിടെ മെയിനായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം അത്ര വലിയ മോശമായിട്ടൊന്നും പോയിട്ടൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പട്ടിയെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിറക്കൽ വലിയൊരു റിസ്ക് ആയിട്ട് തോന്നിയില്ല, കാരണം പിന്നെ മര്യാദയ്ക്ക് ചവിട്ടി നിൽക്കാനുള്ള സ്പേസെല്ലാം ഉണ്ടായല്ലോ. അപ്പോൾ അതിൽ തന്നെ ഓടെല്ലാം ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് പട്ടികയെല്ലാം പൊളിച്ച് ചേർക്കുക, കഴുക്കോല് പൊട്ടിക്കുക, പിന്നെ അതെല്ലാമാണ് ചെയ്യേണ്ടത്. പട്ടികയെല്ലാം അധികം കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇളക്കൽ ഇച്ചിരി പണിയാണ്, കാരണം നല്ല അയണിയെല്ലാം അടിച്ച് നല്ല ഹെവി ആയിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ലേ, അതെല്ലാം തിക്കി ഇളക്കി എടുക്കണം. അതിൽ ഇളക്കി വന്നത് പിന്നത്തെ പണി. അതിൽ ഇളക്കി നമ്മൾ തന്നെ എല്ലാം ഇറക്കി റെഡിയാക്കി താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ വന്ന് പണിക്ക് തുടങ്ങിയതാണ്, കാരണം വേനൽ മഴ പെയ്യുന്ന ഒരു ടൈമാണ്. ചില ദിവസം പെയ്യും, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെയ്യുന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തലേദിവസം പൈപ്പെല്ലാം ഇറക്കി പെയിൻ്റെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിറ്റേന്ന് രാവിലെ വന്ന് പൊളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് രാവിലെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും തന്നെ ആൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഓടെല്ലാം ഇറക്കി കഴുക്കോലെല്ലാം തടിയെല്ലാം ഇറക്കി ഫുള്ള് പണി കഴിഞ്ഞിന്. അതിൻ്റെ എല്ലാം ഏകദേശം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഉത്തരം വെക്കലാണ്. ഇപ്പോൾ തലേദിവസം പൈപ്പെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അതൊരു എളുപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ ചായലും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പൈപ്പ് വെക്കുന്ന പണിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം എല്ലാ ചുമരുമ്പിലും ഉത്തരം വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് സെൻറ്റർ ഉത്തരം സെറ്റാക്കണം. സെൻറ്റർ ഉത്തരമെല്ലാം ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വെക്കേണ്ടത് കോടി കഴുക്കോലും മെയിൻ കഴുക്കോലും എല്ലാമാണ്. കോടിയുടെ പണിയും ഏകദേശം ആയിട്ടുണ്ട്. കോടിയും വലിയ ഇതുണ്ടായില്ല, ഏകദേശം 3 മീറ്റർ നീളം കോടി വരും. കോടിയല്ല, മെയിൻ ഉത്തരം വരും. പിന്നെ കഴുക്കോലിൻ്റെ നീളമാണെങ്കിൽ തന്നെ 13 ഓടെ ഒരു സൈഡിലോട്ട് വരുന്നില്ല. 13 ഓടിൻ്റെ വലിപ്പത്തിലുള്ള കഴുക്കോലാണ്. കഴുക്കോലെല്ലാം മുറിച്ച് സെറ്റാക്കി കോടി സെറ്റാക്കി കഴിയുമ്പോൾ പിന്നെ പറ്റ് കഴുക്കോല്, ചെറിയ കഴുക്കോലെല്ലാം സെറ്റാക്കാണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വെൽഡിങ് നടക്കുന്നുണ്ട്. അതെല്ലാം ഏകദേശം വീട്ടിൽ തന്നെ നടക്കുവാണ്, കാരണം മഴ ഏത് സമയം പെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ പണി നടക്കുന്നത്. ആദ്യത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം കഴുക്കോലിൻ്റെ ഫുൾ പണിയും തീർന്നിട്ടുണ്ട്. ഫുൾ വെൽഡിങ്ങെല്ലാം കഴുക്കോലിൻ്റെ ഫുള്ള് വെൽഡിങ്ങെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടിക നാളെ രാവിലെ അടിച്ചിട്ട് നാളെ തന്നെ ഓട് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പം പട്ടിക രാവിലെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ പണി ഏകദേശം നിർത്തുമായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം ഏതായാലും മഴയൊന്നും പെയ്തില്ല, അന്ന് രാത്രിക്കും മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാം ദിവസം രാവിലെ നമ്മൾ പട്ടിക അടിക്കാനുള്ള പണി തുടങ്ങുമായിരുന്നു. അപ്പം രാവിലെ തന്നെ പട്ടികയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പട്ടികയുടെ പണി പരമാവധി സ്പീഡിൽ തന്നെ അടിച്ച് തീർക്കുമായിരുന്നു. പട്ടിക അടിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ഒരു സൈഡിൽ നിന്ന് പെയിൻ്റെല്ലാം ടച്ചാക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കാരണം മഴയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം. മഴ പെയ്യുന്നതിന് മുമ്പ് ഓട് കയറ്റണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പട്ടികയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആകാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൈമറി ടച്ചപ്പും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും പകൽ അതുവരെ ഉള്ള ചൂടെന്ന് പറഞ്ഞാൽ നല്ല അന്യായ ചൂടാണ്, നല്ല ചൂടെല്ലാം ഉണ്ട്. അപ്പം അതിനെല്ലാം ഇതാക്കിയിട്ടാണ് നമ്മൾ പണിയെല്ലാം നടക്കുന്നത്. പട്ടിയെല്ലാം അടിച്ചിട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മഴയ്ക്ക് മുന്നേ ഓടിടണം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് മഴ നേരത്തെ വന്നിരുന്നു. ഇന്നലെ മഴ പെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു, ഇന്ന് പെട്ടെന്ന് നേരത്തെ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൈമർ അടിച്ചിട്ടും ടച്ചപ്പൊന്നും ഫുള്ള് തീർന്നിട്ടുമില്ല. ഫുള്ള് തീരുന്നതിന് മുമ്പ് തന്നെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇനി പ്രൈമർ ടച്ച് ചെയ്യലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഓടിട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നാളെ പ്രൈമർ ബാക്കിയെല്ലാം അടിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ ഓടിടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓടിട്ട് പെയ്ത് മഴയായതുകൊണ്ട് ഓടുകളിലും ടച്ചപ്പ് നടത്താമെന്നുള്ള പ്രതീക്ഷയിൽ ഓടിടാനെല്ലാം വെയിറ്റായി. അതുകൊണ്ട് കുറേ നനഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പരമാവധി സാധനമെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ താമസമുള്ള വീടാമല്ല, അപ്പോൾ ഓട് ഇട്ട് തീർക്കാനുള്ള പരിപാടിയാണ്.
ഓട് അതുകൊണ്ട് ഓടെല്ലാം ഇട്ട് തീർത്തിട്ട് ആദ്യത്തെ ദിവസം നിർത്തും, രണ്ടാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആകുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഓടിട്ട് തീർത്തിട്ട് ഓട് ഫുള്ള് വിരിച്ച് കഴിഞ്ഞിട്ട് നിർത്താനുള്ള പരിപാടിയാണ്. മഴയും പിന്നെ കറണ്ടെല്ലാം ഇടയ്ക്ക് പോയിന്, എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ പണി ജയിച്ച പോലെയൊന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് രണ്ടാം ദിവസം ഏകദേശം ഓടിട്ട് ഫുള്ള് വിരിച്ച് പലയോട് മൊത്തം വിരിച്ച് കഴിഞ്ഞിന്. പിന്നെ ഇനി മൂല വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, അത് വെക്കാതെ തന്നെ നമ്മൾ ഏകദേശം നിർത്തുമായിരുന്നു ആദ്യത്തെ ദിവസം. രണ്ടാം ദിവസവും പിന്നെ ഇന്ന് നേരത്തെ മഴ പെയ്ത് പോയതുകൊണ്ട് ഇനി രാത്രിക്ക് എന്തായാലും മഴയൊന്നും പെയ്യില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കൊന്നും ഇട്ടില്ല, അങ്ങനെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. ഇനി പെയ്താലും ഇനി ഏതായാലും നനഞ്ഞ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഇനി എന്തായാലും മൂല വെച്ച് തീരുമില്ല, ശ്രമിച്ചാലും തീരില്ല. അതുകൊണ്ട് ഓട് ഫുള്ള് നിരത്തി ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തേക്ക് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പിറ്റേന്ന് രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ മൂല ഓട് വെക്കാനുള്ള പരിപാടിക്ക് ഓട് കട്ട് ചെയ്ത് മൂല വെക്കാനുള്ള ആദ്യം തന്നെ ചെയ്യുന്നത്. അതേ ഉള്ളൂ. പിന്നെ പ്രാവശ്യം നമ്മൾ മൂലയ്ക്ക് സിമെൻ്റൊന്നും വെക്കുന്നില്ല, സിമെൻറ്റ് രണ്ടാമത് അവർ വെച്ചോളാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മൂലയ്ക്ക് സിമെൻ്റൊന്നും വെക്കാതെയുള്ള പരിപാടിയാണ് നമ്മൾ. അതന്നെ വേഗം തന്നെ തീർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമർ ടച്ച് ചെയ്യാറുണ്ട്. കാരണം ഇന്നലെ മഴ പെയ്തത് ഏകദേശം ഇന്നലെ നേരത്തെ മഴ പെയ്ത് പോയതുകൊണ്ട് പൈപ്പെല്ലാം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. 10-12 നടക്കുന്ന തന്നെ എല്ലാം ഈർപ്പെല്ലാം വലിയിട്ടുണ്ട്. അപ്പം അത് മൊത്തം ടച്ച് ചെയ്യാണ്ട്, എല്ലാം മൊത്തം ടച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രാവശ്യത്തെ വർക്ക്. വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കിന് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തണം.